ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ താരം ചിക്കൻ സൂപ്പ് കറിയാണ്. സൂപ്പ് കറി എന്താണ്? ചിക്കൻ സൂപ്പ് കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഞാൻ ഇതിനെ ഒരു ചിക്കൻ സൂപ്പ് കറി എന്ന് പേരിട്ടു. അപ്പോൾ ഒരു തവണ സെറ്റായപ്പോൾ വീണ്ടും ഒരു തവണ കൂടി ഉണ്ടാക്കി നോക്കിയതാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫ് സൂപ്പ് കറി പോലെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്, അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ചിക്കൻ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടെയായിരുന്നു ഞാൻ കഴിച്ചത്. പക്ഷേ ഇന്ന് ഞാൻ വെള്ളയപ്പമാണ് ഇതിന് കോമ്പിനേഷനായിട്ട് എടുത്തത്. അപ്പോൾ വെള്ളപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വെള്ളയപ്പാണോ പാലപ്പാണോ എന്ന് പറയുന്നത് എനിക്കറിയില്ല, ഓരോ നാട്ടിൽ ഓരോന്നാണ്. നമ്മളുടെ വെള്ളയപ്പം. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കൂടെയാണ് ഞാൻ ചിക്കൻ സൂപ്പ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. കാരണം നമുക്ക് ഓഫീസിലൊക്കെ പോകുന്ന തിരക്ക് പിടിച്ച് രാവിലത്തെ ആ ഒരു ഹറിയപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ബെസ്റ്റ് കറിയാണ്. കാരണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങ അരച്ചിട്ട് ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാതെയും നിങ്ങൾക്ക് ചിക്കൻ സൂപ്പ് കറി. അല്ലാതെ ആയിരുന്നു ഞാൻ ഒരു തവണ ആക്കിയത്, പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് തേങ്ങ അരച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വിധത്തിലും ആക്കാം. അപ്പോൾ ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ തിരക്ക് പിടിച്ച് പോകുന്ന ടൈമും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഡിന്നറായിട്ടും ഉപയോഗിക്കാം. ഇത് ചപ്പാത്തിക്കും പൂരിക്കും എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ക്വിക്കായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് നമ്മളുടെ പൊട്ടറ്റോ കുനുകുനാന്നരിഞ്ഞ് നമ്മുടെ കുക്കറിലേക്ക് വേവിക്കാനിടാം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ഐറ്റംസ് ഇടണം. പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ മതി. പച്ചമുളകിൻ്റെ എരിവ് നമുക്ക് വേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി നമുക്ക് ചിക്കനാണ് ഇടേണ്ടത്. ഞാൻ നേരത്തെ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് പുരട്ടി വെച്ചത് അതിലേക്ക് മിക്സ് ചെയ്യാണ്. ഇനി നമുക്കൊരു 3 വിസിൽ അത്രേ ആവശ്യമുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി എരിവിനാവശ്യത്തിന് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടാം. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. ഇനി നമുക്ക് വെള്ളയപ്പം ഞാൻ ചുടാൻ പോവുകയാണ്. എൻ്റെ വെള്ളയപ്പം മാവ് ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. തലേന്ന് പച്ചരി കുതിർത്തിട്ട് തേങ്ങയും ഈസ്റ്റും കൂടി ചേർത്ത് അരച്ച കൂട്ടാണ്. അപ്പോൾ നമ്മൾ വെള്ളയപ്പം അടിപൊളി സെറ്റാവാൻ കുറച്ച് തേങ്ങ അധികം ചേർത്താൽ മതി. ചിലർക്കൊന്നും വെള്ളയപ്പം നന്നായിട്ട് സെറ്റാവാറില്ല എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. എൻ്റെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഓട്ട വന്നു കഴിഞ്ഞാൽ സെറ്റായി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ വെള്ളയപ്പം കള്ളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് രാവിലെ നമ്മൾ ചുടാൻ നോക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയാൽ നല്ല വെള്ളയപ്പം നമുക്ക് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നാട്ടിലൊക്കെ കള്ളൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഈസ്റ്റ് ചേർത്തിട്ടാണ്. കള്ള് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മളുടെ കുക്കർ ഇതാ ഇവിടെ വിസിലടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ തേങ്ങ കുറച്ച് അരച്ചൊഴിക്കുന്നുണ്ട്. അധികം ആവാൻ പാടില്ല, കുറച്ച് ആവശ്യമുള്ളൂ. നമ്മുടെ ചിക്കൻ സൂപ്പ് കറിയാണ്. വേണമെങ്കിൽ തേങ്ങ അരച്ചൊഴിക്കുന്നതും ഒഴിവാക്കാൻ ഞാൻ അങ്ങനെയും വെച്ച് നോക്കിയിട്ടുണ്ട്. അതും അടിപൊളി ടേസ്റ്റാണ്. ഇത് വെള്ളയപ്പം ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങ അരച്ച് ഒഴിച്ചത്. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ സൂപ്പ് കറി റെഡി. അപ്പോൾ അതിൻ്റെ വെള്ളയപ്പം ഇവിടെ സെറ്റാണ്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ബൈ.